ഹലോ, ഗുഡ് ഈവനിങ്. ദിസ് ഈസ് നെബു. വെൽക്കം ടു മാർക്കറ്റ് ഔട്ട്ലുക്ക്. ഇന്നത്തെ ഡേറ്റ് 29th January 2026. ഇന്നലെ നല്ലൊരു റാലി കഴിഞ്ഞ് ഇന്ന് രാവിലെ മാർക്കറ്റ് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നിഫ്റ്റി ചാർട്ടിലേക്ക് പോകാം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഓരോ ക്യാൻഡിലും ഓരോ ഡേയെ റിപ്രസെൻ്റ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പം നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിനെക്കാട്ടിലും ഉയർന്നാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ന് നിഫ്റ്റി 0.30% അപ്പായിട്ടുണ്ട്. അതേപോലെ സെൻസെക്സ് 0.27% അപ്പായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 0.60% അപ്പ്, മിഡ് ക്യാപ്പ് 0.18% അപ്പ്, സ്മോൾ ക്യാപ്പ് 0.20% അപ്പ്, ഇന്ത്യ വിക്സ് -1.15%. ഇത് നിഫ്റ്റിയുടെ 5 minutes ചാർട്ടാണ്. ഈ ചാർട്ടിൽ നമ്മൾ നോക്കുമ്പം 28/15/25 അപ്പിയർ ചെയ്ത ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വന്നിരിക്കുന്നതാണ് ഇന്നത്തെ 9:15 വന്നിരിക്കുന്ന ഫസ്റ്റ് 5 minutes ക്യാൻഡിൽ. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വലിയൊരു ക്യാൻഡിലാണ് അപ്പിയർ ചെയ്തേക്കുന്നത്. ഭയങ്കര ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് രാവിലെ നടന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നലെ അൺയൂഷ്വലായിട്ട് പല സ്റ്റോക്കുകളും യുവിൻ്റെ കരാർ അടിസ്ഥാനത്തിൽ എക്സ്പെക്റ്റ് ചെയ്ത് കുറേ സ്റ്റോക്കുകൾ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതലായിട്ട് പെർഫോം ചെയ്തു. ആ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അപ്പോൾ രാവിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് ഒരു നല്ലൊരു റാലി തന്നു. അപ്പം നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. 25435. ഇന്ന് മാർക്കറ്റ് അതിനെ ഒന്ന് ക്രോസ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ താഴെ വന്ന് 2543 താഴെ വന്ന് ആണ് ക്രോസ് ചെയ്തത്. ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നിഫ്റ്റിയുടെ 25,418. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഇന്നലത്തെ അൺയൂഷ്വൽ റാലിയിൽ പ്രോഫിറ്റ് ഉണ്ടായ ആളുകളൊക്കെ ചില സ്റ്റോക്കുകളൊക്കെ ആണെങ്കിൽ മോർ ദാൻ 10%, 19% ഒക്കെ റാലി നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഇന്നലെ അൺയൂഷ്വലായിട്ട് റാലി നടത്തിയ സ്റ്റോക്കുകളൊക്കെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ കൂടാണ് പോയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചില ഷെയറുകളൊക്കെ പെട്ടെന്ന് ഇന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പോകുന്നത് കണ്ടു കാണുമായിരിക്കും. നത്തിങ് ടു വറി. ഒരു നല്ല റാലിയിൽ നെക്സ്റ്റ് ഡേയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണും. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു ഫ്രഷ് ബൈ ഒക്കെ നടന്നു. ഈ ഫ്രഷ് ബൈ നടന്നേക്കുന്നതൊന്നും ഇന്നലത്തെ റാലി ചെയ്ത സ്റ്റോക്കുകളല്ല. നമ്മൾ ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വേറെ സ്റ്റോക്കുകളാണ്. ഇന്നലെ റാലി നടത്താത്ത കുറച്ച് സ്റ്റോക്കുകളിലാണ് ഇന്ന് മാർക്കറ്റ് റാലി നടത്തിയിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 0.30% അപ്പായിട്ടുള്ളൂ. അതേസമയം സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ 0.2% ഉള്ളൂ അപ്പ്. സംഭവം ഇന്നലെ സ്മോൾ ക്യാപ്പ് മോർ ദാൻ 2% ആയിരുന്നു റാലി നടന്നത്. അവിടുന്നാണ് ഇന്ന് 0.20% താന്നു വന്നിരിക്കുന്നത്. അപ്പം പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നടന്നേക്കുന്നത് കൂടുതലും മിഡും സ്മോളിലുമാണ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിന്ന് മാർക്കറ്റ് ന്യൂസ് നോക്കുവാണെങ്കിൽ സ്വിഗ്ഗിയുടെ Q3 റിസൾട്ട് വന്നു. അവരുടെ ലോസ് വൈഡൻ ആയിക്കൊണ്ടിരിക്കുന്നു. എനിവേ ഞാൻ സ്വിഗ്ഗിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ കോൾ ഇന്ത്യ BCCL ഷെയർ ഇന്ന് 5% അതിൻ്റെ പ്രൈസ് കയറിയിട്ടുണ്ട്. മെറ്റൽ സ്റ്റോക്കുകൾ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ ഡിഫൻസ് സ്റ്റോക്കിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. ബെല്ല്
3%. ഇന്നങ്ങനെ കാര്യമായിട്ട് മാർക്കറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. Q3 റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റേതായ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങും അതേപോലെ ന്യൂ ബയേഴ്സിനെയൊക്കെ കാണാൻ പറ്റും സ്റ്റോക്കുകളൊക്കെ. പിന്നെ മെറ്റൽസ് നല്ലൊരു റാലി നടത്തിക്കൊണ്ടിരിക്കുന്നു. മെറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. ചില സ്റ്റോക്കുകൾ ഇന്ന് ഞാൻ കണ്ടു, മെറ്റൽസിൻ്റെ 19% വരെയൊക്കെ അപ്പായ ഷെയറുകളുണ്ട്. പക്ഷേ ഈ 19% അപ്പായ ഷെയറിനകത്ത് കൊണ്ട് ഇപ്പോൾ ഉടനെ ഇടല്ലേ, അതൊന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അതിനകത്ത് കയറുന്നത് നല്ലതാണ്. നല്ല മെറ്റൽ സ്റ്റോക്കിൽ, ജ്വല്ലറി സ്റ്റോക്ക്, ഇങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒരു നല്ലൊരു റാലിക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. എനിവേ ഫെബ്രുവരി 2-ാം തീയതി വരെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഏതൊക്കെ സ്റ്റോക്കാണ് ഒന്ന് റാലി ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കി ആ ഒരു റാലിയിൽ ടേക്ക് പാർട്ട് ചെയ്യണമെങ്കിൽ കയ്യിൽ കാശ് ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മൾ ഓടുന്ന ട്രെയിനിൽ ചാടി കയറണമെങ്കിൽ കയ്യിൽ കാശ് വേണം. ഓക്കെ, സോ ബഡ്ജറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. വെയിറ്റ് ഫോർ ദ ബഡ്ജറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.